നമസ്കാരം. ഈ സീസണിലെ IPL-ൽ രാജസ്ഥാൻ റോയൽസിന്റെ കിരീട സാധ്യത ഓരോ മത്സരം കഴിയും തോറും കുറഞ്ഞു വരികയാണ്. ഇനി ചെറിയ കളികൾ കളിച്ചാൽ പോരാ സഞ്ജുവിനും കൂട്ടർക്കും. ഇത്തവണ സഞ്ജു സാംസണും സംഘവും പ്ലേ ഓഫിൽ ഉണ്ടാകുമേ എന്ന കാര്യം ഇപ്പോൾ സംശയത്തിൽ തന്നെയാണ്. കാരണം ശേഷിച്ച 7 മത്സരങ്ങളിൽ 6 എണ്ണമെങ്കിലും ജയിച്ചാൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് തന്നെ പറയാം. കഴിഞ്ഞ 3 സീസണുകളെ അപേക്ഷിച്ച് ഒട്ടും സന്തുലിതമായ ടീമല്ല ഇത്തവണ റോയൽസിനുള്ളത്. ഏകാധാര ലേലം കഴിഞ്ഞപ്പോൾ തന്നെ രാജസ്ഥാന്റെ ടീമിനെ കുറിച്ച് ഏതാണ്ട് ധാരണ ഉണ്ടായി കാണും. എടുത്തു പറയത്തക്ക താരങ്ങളൊന്നും ഇപ്പോൾ രാജസ്ഥാൻ ഇല്ല എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഉള്ളവരാകട്ടെ ഒട്ടും തിളങ്ങുന്നുമില്ല. ബൗളിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടായത് രാജസ്ഥാന്. അടുത്ത സീസണിലെ IPL-ന് മുൻപ് വലിയൊരു അഴിച്ചുപണി ഇല്ലാതെ രാജസ്ഥാൻ റോയൽസിന് മുന്നേറാൻ പറ്റില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അടുത്ത എഡിഷനിൽ കിരീടം എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവണമെങ്കിൽ ചിലരെ മാറ്റണം, ചിലരെ കയറ്റണം. അടുത്ത IPL-ന് മുൻപ് മിനി താരലേലം നടക്കാനിരിക്കുകയാണ്. ഈ ലേലത്തിൽ മികച്ച താരങ്ങളെ തന്നെ ടീമിലെത്തിക്കാൻ റോയൽസ് ശ്രമിച്ചേ മതിയാകൂ. അതിനു മുൻപ് നിലവിൽ ടീമിന്റെ ഭാഗമായിട്ടുള്ള പല കളിക്കാരെയും റോയൽസ് ഒഴിവാക്കുകയും വേണം. ഈ സീസണിന് ശേഷം റോയൽസിൽ നിന്നും നിർബന്ധമായും പുറത്തു പോകേണ്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. രാജസ്ഥാൻ റോയൽസിന്റെ നിലവിലുള്ള 20 അംഗ സംഘത്തിലെ 8 പേരെ സീസൺ കഴിഞ്ഞാൽ ഒഴിവാക്കിയേ തീരൂ. പ്രധാനമായും ബോളിംഗ് ലൈനപ്പിലാണ് വലിയ രീതിയിലുള്ള അഴിച്ചുപണി ആവശ്യമായി ഉള്ളത്. ഫിനിഷറായി ടീമിലെത്തിച്ച ശുഭം ദുബെ, സീം ബോളിംഗ് ഓൾറൗണ്ടറായ യുധ്വീർ സിംഗ്, വിക്കറ്റ് കീപ്പർ കുനാൽ സിംഗ് റാത്തോർ, പേസർമാരായ തുഷാർ ദേശ്പാണ്ഡെ, ക്വെന മഫാക്ക, ഫസൽ ഹക്ക് ഫാറൂഖി, അശോക് ശർമ്മ, ശ്രീലങ്കൻ സ്പിന്നറായ മഹീഷ് തീക്ഷ്ണ എന്നിവരാണ് ടീമിൽ നിന്നും പേര് വെട്ടേണ്ട 8 കളിക്കാർ. റോയൽസിനെ സംബന്ധിച്ച് അടുത്ത IPL-ൽ ഇവരാരും തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഒഴിവാക്കിയ ശേഷം കൂടുതൽ മെച്ചപ്പെട്ട താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ റോയൽസ് ശ്രമിക്കുകയും വേണം. ഈ സീസണിൽ ദുബൈയെ 4 മത്സരങ്ങളിലാണ് റോയൽസ് കളിപ്പിച്ചത്. ഇവയിൽ 3 ഇന്നിംഗ്സുകളിൽ അദ്ദേഹം ബാറ്റിംഗിന് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ 22 ശരാശരിയിൽ 44 റൺസ് മാത്രമേ ദുബൈ സ്കോർ ചെയ്തിട്ടുള്ളൂ. 3ാം വിക്കറ്റ് കീപ്പറായി ടീമിലെത്തിയ കുനാൽ സിംഗ് റാത്തോറിനെ ഈ സീസണിൽ ഇതുവരെ റോയൽസ് കളിപ്പിച്ചിട്ടില്ല. വിക്കറ്റ് കീപ്പർമാരായി നായകൻ സഞ്ജു സാംസണും ധ്രുവ് ജുറേലും ഉള്ളതിനാൽ കൃണാലിനെ ഇനി കളിപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ്. യുധ്വീറിന്റെ കാര്യമെടുത്താൽ 1 മത്സരത്തിലാണ് താരം ഇതിനോടകം തന്നെ കളിച്ചത്. 2 ഓവർ ബോൾ ചെയ്ത അദ്ദേഹം വിക്കറ്റില്ലാതെ 20 റൺസും വിട്ടുകൊടുത്തു. കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ഭേദപ്പെട്ട പ്രകടനം നടത്തിയ താരമാണ് പേസറായ തുഷാർ ദേശ്പാണ്ഡെ. പക്ഷേ റോയൽസിൽ അദ്ദേഹം വൻ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ്. 6 മത്സരങ്ങളിൽ പന്തിറങ്ങിയ തുഷാർ 11.5 എക്കണോമി റേറ്റിൽ വീഴ്ത്തിയത് വെറും 5 വിക്കറ്റുകൾ മാത്രം. ലക്കും ലഗാനുമില്ലാതെ റൺസ് വാരിക്കോരി നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. തുഷാറിനെ പോലെ ബൗളിങ്ങിലെ മറ്റൊരു വലിയ ചെണ്ടയാണ് ഫസൽ ഹക്ക് ഫാറൂഖി. 2 മത്സരത്തിൽ മാത്രമേ അദ്ദേഹത്തെ റോയൽസ് പന്തെറിയിപ്പിച്ചിട്ടുള്ളൂ. 12.42 എന്ന വളരെ മോശം എക്കണോമി റേറ്റിൽ വിട്ടുകൊടുത്തത് 87 റൺസ്. വിക്കറ്റുകളൊന്നും ലഭിച്ചിട്ടുമില്ല. തീക്ഷ്ണയുടെ കാര്യമെടുത്താൽ 7 കളിയിൽ 9.3 എക്കണോമി റേറ്റിൽ 5 വിക്കറ്റുകളാണ് നേടാനായത്. ബോളിങ്ങിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വളരെ മോശം ഫീൽഡർ കൂടിയാണ് അദ്ദേഹം. അതേസമയം സൗത്ത് ആഫ്രിക്കയുടെ യുവ പേസറായ മഫാക്ക ഇനിയും അരങ്ങേറിയിട്ടില്ല.